ഇവിടെ ആരും ഇല്ലേ? അമ്മയെ നോക്കാം. അമ്മ ഇവിടെ ഇല്ലേ? അവിടെ ഇവിടുന്ന് അടിച്ചിറക്കിയ കൂർക്കം വലിക്കും. ഉറങ്ങി. പാവം ഉറങ്ങിക്കോട്ടെ. പിള്ളേരെ കാണാൻ പോവാം. അവരുറങ്ങിയിട്ടുണ്ടാവില്ല. അവരും ഉറങ്ങിയ. അവർക്ക് കഴിക്കാനും ഒന്നും കഴിച്ചില്ല. ഉറങ്ങട്ടെ, ഹാപ്പി ആയിട്ട് ഉറങ്ങട്ടെ. കഴിക്കാനും കുടിക്കാനും ഒന്നും തരികയില്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നാൽ പിന്നെ എൻ്റെ നാവിന് വെല്ലും ബ്രേക്കൂല. ഇന്നലെ അങ്ങേരോട് അത്രയൊന്നും പറയണ്ടായിരുന്നു. വിഷമായി കാണും. ഇനിയിപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം? ഈശ്വര, ഇന്ന് ഇനി അങ്ങനെ വഴക്കൊന്നും പറയാനുള്ള ഒരു അവസരം നീ എനിക്ക് ഉണ്ടാക്കല്ലേ. ഇതിൽ തന്നെ കയ്യും കഴുകി വെച്ചോ? ഇയാളോട് സോറി അല്ല പറയേണ്ടത്, പുളിച്ച തെറിയാ പറയേണ്ടത്. ഒരു കാലത്തും നന്നാത്ത മനുഷ്യൻ. ഇവർക്ക് ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളെന്താ ഡൈനിങ് ടേബിളിൽ കാണിച്ചു വെച്ചത്? ഞാനെന്ത് കാണിച്ചു? അപ്പൊ ഇന്നലത്തെ കാര്യം നിങ്ങൾ മറന്നുപോയോ? ഇന്നലെ ഞാൻ 2 അടിച്ചു. 4 പക്ഷെ എനിക്ക് ഒന്നും ഓർമ്മക്കുറവൊന്നുമില്ല. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം ചെയ്തു വെച്ചതാ? ഞാൻ എന്ത് ചെയ്തെന്നാന്ന്? നമ്മളുള്ള പ്രശ്നമല്ലേ ഇന്നലെ പറഞ്ഞു തീർത്തതല്ലേ? ഞാൻ നിന്റെ കാലെ പിടിച്ചു, നീ എനിക്ക് മാപ്പും തന്നു. മാപ്പ് ഞാനായിരിക്കില്ല തന്നെ, നിങ്ങളെ മറ്റവളായിരിക്കും. പിന്നെ എനിക്ക് ഞാൻ ആരുടെ കാലല്ല പിടിച്ച?
നിന്റെ കാല് ഞാൻ വിടത്തില്ല. എന്നോട് ക്ഷമിച്ചു എന്ന് പറ. എന്നോട് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ കാല് വിടത്തില്ല. പുഷ്പേ പുഷ്പേ എന്നോട് ക്ഷമിച്ചു എന്ന് പറ. ഞാൻ വിടത്തില്ല. ഞാൻ വിടത്തില്ല. വാങ്ങിക്കോ. ഞാൻ വിടത്തില്ല. എന്നോട് ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ കാല് വിടത്തില്ല. ഞാൻ ഇന്നലെ കാല് പിടിച്ചതാണല്ലോ. നീ എന്നെ ഡബിൾ റോളാണ്. ഒറ്റ ചവിട്ട് വെച്ചാൽ ഞങ്ങളുണ്ടല്ലോ. സത്യമായിട്ടും ഞാൻ ഇന്നലെ കാലം പിടിച്ചതാ. നിങ്ങൾ എന്റെ കാലും പിടിച്ചിട്ടില്ല, കൈയും പിടിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്തു വെച്ചത് കാണുന്ന ഡൈനിങ് ടേബിൾ അവിടെ വന്ന് നോക്ക്. ഞാൻ അവളുടെ കാല് പിടിച്ചതാ. അവളെനിക്ക് മാപ്പം തന്നതാ. ചോറ് വരി തരികയും ചെയ്തതാ. പിന്നെ ഇതെന്ത് പറ്റി? 10 മിനിറ്റ് ആ ഡൈനിങ് ടേബിൾ ക്ലീൻ ആയിരിക്കണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾ അറിയും.